അവിടെ ഒരു തുള്ളി വെള്ളമില്ലാതെ ഭൂമി വരണ്ടു കിടക്കുക. കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാതെ ഞങ്ങൾ വിശന്നു വരയുകയാ. പട്ടിണി കിടക്കുന്നതിനേക്കാൾ നല്ലത് യുദ്ധം ചെയ്ത് മരിക്കുന്നതാ. മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്, പിന്നെ അങ്ങെന്തിനു മടിക്കുന്നു യുവരാജൻ? യുദ്ധത്തിന് തയ്യാറാ. അത് ജീവൻ ബലി കൊടുക്കാനല്ല, നമ്മുടെ അടുത്ത തലമുറയെ സംരക്ഷിക്കാനാണ്. ആ ദേവഗിരി മഹാദേവൻ നമ്മുടെ രാജ്യം വരൾച്ച മൂലം നശിക്കാൻ വേണ്ടിയാണ് നദീപ്രവാഹങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. നദിയിലെ ജലത്തെയല്ലേ തടയാൻ കഴിയൂ? ആകാശത്തിലെ മഴയെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? മഴ പൊഴിയില്ലേ, വിത്ത് മുളയ്ക്കില്ലേ, ഭൂമി ദേവി അനുഗ്രഹിക്കില്ലേ? ആകാശത്തിലെ മഴ തന്നെ ധാരാളം. ആ ജലം സംഭരണികളിൽ സൂക്ഷിച്ചു വെക്കണം. അതിനനുസൃതമായി കാകതീയ വംശാചാര പ്രകാരം ഗണപതി ദേവ ചക്രവർത്തിയുടെ നാമത്തിൽ ഗണപസമുദ്രം, ചക്രവർത്തിയുടെ മാതാവിന്റെ നാമത്തിൽ വയ്യാമ്പ സമുദ്രം, സഹോദരിയുടെ നാമത്തിൽ കുന്ദസമുദ്രം, യുവരാജാവിന്റെ നാമത്തിൽ രുദ്രസമുദ്രം തുടങ്ങി സംഭരണികളുടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയാകാൻ ഇനി എത്ര കാലം എടുക്കുമെന്ന് അറിയില്ല. ഉടനെ എങ്ങാനും ദാഹജലം കിട്ടുമോ? തീർച്ചയായും. മുഷികുന്ദ നദിയിൽ നിന്നും തിരിച്ചുവിട്ട ചാലിലൂടെയും ആലേരിൽ നിന്നും തിരിച്ചുവിട്ട ആലേരി ചാലിലൂടെയും കൃഷിക്കാവശ്യമായ ജലം അണക്കെട്ടിന്റെ അധികാരികൾ മുഖേന എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ആരും കരമടക്കേണ്ടതില്ല. നമ്മുടെ രാജ്യം സമൃദ്ധമാകുന്നതുവരെ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഉചിതമല്ല. അത് കഴിഞ്ഞാൽ അമാന്തിക്കുന്നതും ഉചിതമല്ല. അതുവരെ നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ? സംഭരണിയല്ല, നിന്റെയൊക്കെ സമാധിയാണ് നിർമ്മിക്കേണ്ടത്. தண்ணி மட்டும் இல்ல, இந்த பூமியில புல் பூண்டு கூட அழிச்சிருவாரு எங்க தேவகிரி மகாதேவன். വിജയിക്കട്ടെ മഹാദേവരാജൻ. മഹാദേവന്റെ ആൾക്കാർ നമ്മുടെ ഇടയിലോ? ജലം തടസ്സപ്പെടുത്തുമല്ലേ? നിങ്ങളുടെ ദേവഗിരി സൈന്യത്തിന്റെ രക്തം കൊണ്ട് തന്നെ ഞങ്ങളുടെ കാകതീയത്തിന്റെ വരൾച്ച അകറ്റുന്നതാണ്. 1000 മഹാദേവരാജന്മാർ വന്നാലും അവരെയെല്ലാം നേരിടാൻ ഞങ്ങളുടെ രുദ്രദേവ യുവരാജൻ ഒരാൾ മതി. കാകതീയ സംരക്ഷകൻ രുദ്രദേവ യുവരാജൻ വിജയിക്കട്ടെ! കാകതീയ സംരക്ഷകൻ രുദ്രദേവ യുവരാജൻ വിജയിക്കട്ടെ! സഭാഷ് രുദ്രദേവ, നിന്നെ പോലുള്ള യോദ്ധാവിന് ഒരു യുദ്ധമൊന്നും മതിയാകില്ല. ഒരു ചുവടിന് ഒരു യുദ്ധം, ആ നയമാണ് നിന്നോട് വേണ്ടത്. അപ്പോഴല്ലേ നമുക്കിടയിലെ ശത്രുത രസമുള്ളതാകൂ. ഇന്നലെ ദേവഗിരി സൈന്യം രാജ്യത്തിനകത്ത് കടന്നെങ്കിൽ നാളെ ആ മഹാദേവൻ കോട്ടയ്ക്കകത്ത് കടക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? സംരക്ഷണമില്ലാത്ത ഈ ഒറ്റക്കൽ നഗരത്തെ സാക്ഷാൽ ദൈവത്തിന് പോലും രക്ഷിക്കാനാകില്ല. അതെ, സംരക്ഷണമില്ലാത്ത ഈ നഗരത്തെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല. എന്റെ പിതാവ് ഗണപതി ദേവ ചക്രവർത്തി തിരുമനസ് കാകതീയ സാമ്രാജ്യത്തിന്റെ സംരക്ഷണത്തിനും സമൃദ്ധിക്കും വേണ്ടി വാർത്തെടുത്ത മനോഹര സ്വപ്നമാണ് ഈ 7 കോട്ട ചുമർ നിർമ്മാണം. പൂർത്തീകരിക്കാനാവാതെ മുടങ്ങിപ്പോയ കോട്ടയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതാണ്. പിതാവിനേക്കാൾ മികച്ച പുത്രനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. യോദ്ധാവിന് കവചവും രാജ്യത്തിന് കോട്ടയുമാണ് സുരക്ഷ. ചരിത്രത്തിൽ കുറിക്കപ്പെടേണ്ട ദൗത്യമാണിത്. ചരിത്രത്തിൽ കുറിക്കപ്പെടാനുള്ളതല്ല, ചക്രവർത്തിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ മുടങ്ങിക്കിടക്കുന്ന കോട്ടച്ചുവരുകളാണവ. ഈ ഇളം പ്രായത്തിൽ യുവരാജന് ആവേശവും അധികമാണ്, സാമർഥ്യവും അധികമാണ്. എന്നാൽ ഇത് പ്രാവർത്തികം തന്നെയാണോ യുവരാജൻ?
ശരീരത്തിന് കരുത്തും മനസ്സിന് ധൈര്യവും ഉണ്ടെങ്കിൽ നടക്കാത്തതായി ഒന്നുമില്ല. കരിങ്കൽ കോട്ട, ഇരുമ്പ് കോട്ട, ചെമ്മൺ കോട്ട, ചെങ്കൽ കോട്ട, മുൾക്കോട്ട, ചുണ്ണാമ്പ് കോട്ട, ചൂരൽ കോട്ടകളാൽ നിർമ്മിക്കാൻ പോകുന്ന ഈ 7 കോട്ടയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ടതാണ്. ആജ്ഞ പോലെ. ഏഴ് കോട്ടച്ചുമരുകൾ നിർമ്മിക്കാനുള്ള ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹോത്സവത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, കാകതീയരുടെ അഭിമാനത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന ഈ വിജയസ്തംഭത്തിന്റെ മുകളിൽ കയറുന്ന യോദ്ധാവിന് കാകതീയ വിജയധ്വജ വിക്രമ വിജയ പുരസ്കാരം നൽകുന്നതാണ്. അടുത്തത്, വർദ്ധമാനപുരം ബാലഗുരു രഘുരാമവർമ്മയുടെ പുത്രൻ ഗോനവരദ റെഡ്ഡിയും ആദവോനി ഏലിയ കോദണ്ഡവർമ്മയുടെ പുത്രി അനാമികാദേവിയും ചക്രവർത്തിയുടെ സമക്ഷത്തിൽ ഇന്ന് വിവാഹിതരാകും. വളരെ നല്ല കാര്യം തന്നെ. 2 ശക്തികൾ കൂടിച്ചേർന്നൊരു മഹാശക്തിയാകട്ടെ. ഈ വിവാഹത്തിന് ലഭിക്കുന്ന പാരിതോഷികങ്ങൾ ഇവിടുത്തെ മഹോത്സവത്തിന് സമർപ്പിക്കുന്നതാണ്. കൊള്ളാം ലഘുമയരാജൻ. സ്വന്തം ഖജനാവിൽ നിന്ന് ഒരു പണം പോലും എടുക്കാതെ പ്രജകളുടെ പണത്തിൽ ആഘോഷം. കൈ നനയാതെ മീൻ പിടിക്കുക. ആദ്യം മത്സരം പൂർത്തിയാകട്ടെ. എനിക്ക് പറയാനുള്ളതും അതാണ്. ആദ്യം മത്സരം, പിന്നീട് മംഗല്യം. മംഗല്യം കഴിഞ്ഞാൽ ഉടൻ ഇത് നമുക്കും മുക്കുപണ്ടങ്ങൾ രാജാവിനും. മകനെ വരദ, ആ ബിരുദം എപ്പോഴായാലും നിനക്ക് തന്നെ. ആദ്യം ഈ മംഗല്യം നടത്താം. എപ്പോഴായാലും നിന്നെ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കും. ഈ കാകതീയ സാമ്രാജ്യത്തിലെങ്ങും ഈ സ്തംഭത്തിൽ കയറാൻ കഴിവുള്ള ഒരു യോദ്ധാവും ഇല്ലേ?